ഹലോ ഗായ്സ്, ഇത് നമ്മളെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ഓവർലാൻഡ് ട്രിപ്പ് അടിക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ വണ്ടീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒക്കെ സെറ്റായത്. ഏകദേശം ഒരു എത്ര ആയിട്ടുണ്ടോ നമ്മൾ പണി തുടങ്ങിയിട്ട്? ഒരു 5-6 മാസമായി. അതിൻ്റെ മുമ്പ് വണ്ടിയൊക്കെ എടുത്ത് ഫുള്ള് പണി നമ്മൾ തന്നെ ചെയ്തത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഈ മാർച്ച് ഫസ്റ്റ് എന്തായാലും ഞങ്ങൾ പോകും. ഓൾ ഇന്ത്യ ഇൻഷാ അല്ലാഹ് ട്രിപ്പ് എന്തായാലും പോകും. അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സൽമാൻ, എൻ്റെ പേര് അൻഷിദ്, എൻ്റെ പേര് ഫായിസ്, എൻ്റെ പേര് ആഷിഖ്, ഞാൻ ഷബീർ, മുബഷിർ. ഞങ്ങൾ 6 പേരാണ് ഇപ്പോൾ പോകുന്നത്, ഓൾ ഇന്ത്യ പോകുന്നത്. ഞങ്ങൾ 6 പേരാണ്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യണത് എന്താ വെച്ചാൽ വണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാനും വേണ്ടിയിട്ടും അതിന് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് വേണ്ടിയിട്ടും അങ്ങനെ എവിടുന്നാണ് ചെയ്തത്, ആരൊക്കെ നമുക്ക് കൂടെ നിന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് കാണാം. ഇതാണ് നമ്മളെ വണ്ടി, മഹീന്ദ്രൻ്റെ അർമഡ. നമ്മൾ വണ്ടിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ വണ്ടീൻ്റെ ഇത് വരുന്നത്, രൂപം വരുന്നത്, നമ്മളെ ടെൻറ്റും കാര്യങ്ങളായിട്ട് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ ലോഗോനെ പറ്റിയാണ്. നമ്മൾ ഈ ലോഗോ വരച്ചുന്നത് നമ്മളെ ഫ്രണ്ടാണ് അഷോസ് ഫ്രീ ടൈം. പിന്നെ അതേപോലെ ഈ ചിത്രങ്ങൾ, അതേപോലെ ഈ പേര്, നമ്മളെ പേര് മാപ്പ് ഓഫ് കാട്ടാളൻ. പിന്നെ അതേപോലെ സൈഡിൽ കുറച്ച് പേരാണ് ഞങ്ങൾ കാണിച്ചു തരാം. അതൊക്കെ ചെയ്തത് നമ്മളെ വേറെ ഫ്രണ്ടാണ് അജിസൽ. പിന്നെ പറയാനുള്ളത് നമ്മൾ ഈ റൂഫ് ടോപ്പ് ടെൻറ്റിനെ പറ്റിയാണ് മെയിനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചൊരു കാരിയറാണിത്, റൂഫ് ടോപ്പ് ടെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോഗ് ലാംപ്സ്, ബാർ ലൈറ്റ് കാര്യങ്ങളാണ്. പിന്നെ വണ്ടീൻ്റെ ഓവറോൾ പണി മുഴുവൻ നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ടാണ് ചെയ്തത്, ടെൻറ്റ് വർക്കായിട്ടും കാര്യങ്ങളായിട്ടും. നമ്മൾ ഈ പെയിൻറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പെയിൻറ്റിങ്ങാണ് നമ്മളെ ഒരു ഏട്ടനുണ്ട്, സാജ് എന്ന് പറഞ്ഞിട്ടുള്ള. മൂപ്പർക്ക് വളരെയധികം നന്ദിയുണ്ട്, കാരണം മൂപ്പരാണ് പെയിൻറ്റിങ് ചെയ്തത്. പ്രൈമറി കാര്യങ്ങൾ പിന്നെ അതേപോലെ ടച്ചപ്പ് പുട്ടില്ല അതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്, എല്ലാവരും കൂടിയിട്ടാണ് ചെയ്തത്. ഇതാണ് നമ്മളെ സൈഡ് വ്യൂവിൻ്റെ കാര്യം. നമുക്ക് ഫസ്റ്റ് ഈ തൽക്കാൻ തന്നെ തുടങ്ങാം. ഇതാണ് നമ്മളെ ID, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, പിന്നെ ജിമെയിൽ ID ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് സൈഡ് വ്യൂവിൻ്റെ കാര്യം പറയാം. ഇതാണ് കരിയർ. അതായത് നമ്മൾ ടെൻറ്റ് ഇതിമേണ് ടെൻറ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിയർ ഇതാക്കിയിട്ടുള്ളത്. ടെൻറ്റിൻ്റെ അതേപോലെ ഓപ്പണിങ് സൈഡ് ഈ ഭാഗത്തേക്കാണ് ടെൻറ്റിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളും വരുന്നത്. പിന്നെ ലോഗോ കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതലുള്ള ഫ്രണ്ട് ചെയ്താണ്. കാരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ബോസ് ചെയ്തതാണ്. ബോസ് പറഞ്ഞ ആളെ പേര് സിറാജ് എന്നാണ്, ബോസ് എന്നാണ് ആളെ അറിയപ്പെടുന്നത്. അപ്പോൾ മൂപ്പര് അതായത് ഫസ്റ്റ് വണ്ടിൻ്റെ വർക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പാന്ന് തോന്നുന്നു നമ്മൾ ഇതൊരു പേപ്പറിൽ പ്ലാൻ ചെയ്ത് സംഭവം ഒരു പേപ്പറിൽ നമ്മളെല്ലാവരും കൂടി വരച്ച് പിന്നെ അതിന്റെ ഫുള്ള് സെറ്റാക്കിന്റെ ശേഷം നമ്മൾ ബോസിന് കൊടുത്ത്. പക്ഷെ നമ്മള് സെറ്റാക്കി അതേപോലെ തന്നെ പിന്നെ ഇതൊക്കെയാണ് റിസ്ക് പരിപാടിയാണ്. കാരണം വെച്ചാൽ മോഡൽ കാണിച്ചു കൊടുക്കാനും അങ്ങനെ ചെയ്യാത്തോണ്ട് ആരോടോ അഭിപ്രായം ചോദിക്കാനോ അതേപോലെ ചോദിക്കാൻ ആർക്കും ഒരു ഐഡിയ ഇല്ലാത്ത സംഭവമാണ്. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് എല്ലാം നമ്മളിപ്പോ എങ്ങനെ വിചാരിച്ചു അതേപോലെ തന്നെ നമുക്ക് സാധനം സെറ്റായി കിട്ടി വണ്ടി ഫുള്ള് പണി കഴിഞ്ഞപ്പോ. പിന്നെ ഈ ഫ്രെയിം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ടെൻറ്റിന് വേണ്ടിയുള്ള കാരിയറാണ് മെയിനായിട്ട് ഇതിനെ പറ്റി പറയാനുള്ളത്. ഈ കാരിയർ നമ്മൾ നേരെ നമ്മളെ ബോഡിയിലാണ് ചെയ്തിട്ടുള്ളത്. ബോഡിക്ക് ഇത് 4 ആന കയറിയാലും ഒന്നും പറ്റൂല എന്നാണ് നമ്മളെ ബോസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ടെൻറ്റിൻ്റെ ഫ്രെയിം അതേപോലെ കാരിയർ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ബോസ് ചെയ്ത് തന്നിട്ടുള്ളത്. സംഭവം അടിപൊളിയായി നമ്മൾ വിചാരിച്ച അതേപോലെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളെ ബാക്കിലോട്ട് പോവാം. നമുക്ക് 6 ആളായതുകൊണ്ട് 6 ആൾക്കുള്ള കിച്ചൺ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ളത് ബാക്കിലാണ്. നമ്മൾ പറഞ്ഞ എല്ലാ സാധനത്തിനും ഇപ്പോൾ ഗ്യാസ് സ്റ്റവ് ആണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കറക്റ്റ് അളവ് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഇത് ചെയ്ത് തന്നത് നമ്മളെ ബൈജേട്ടനാണ് ചെയ്ത് തന്നത്, പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ ഗ്യാസ് സ്റ്റവ് ആണ്, 2 ബേണേഴ്സാണുള്ളത്. നമ്മൾ 6 ആളായതുകൊണ്ട് നമുക്ക് എന്തായാലും 2 ബേണേഴ്സ് വേണ്ടി വരും, കാരണം അതിനനുസരിച്ചുള്ള കുക്കിംഗ് വരും. പിന്നെ നമ്മൾ റെഗുലേറ്റർ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സിലിണ്ടർ വരുന്നത് അതേപോലെയാണ് വരിക. 5 kgൻ്റെ 2 സിലിണ്ടറാണ് നമ്മൾ ചെയ്ത്. ഇപ്പോൾ 1 വെച്ചിട്ടുള്ളൂ, 2 വരും. പിന്നെ പറയാനുള്ളത് ഈ സ്റ്റോറേജാണ്. ഇത് നമ്മളെ മസാല കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ നമ്മൾ അത്യാവശ്യമായിട്ടുള്ളതൊക്കെ ചെറിയൊരു മിക്സിയൊക്കെയാണ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാത്തതുകൊണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കുക്കിങ്ങിനും അതേപോലെ ഡ്രിങ്കിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള കുടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചത് ഈ ക്യാനിലാണ്. ഈ ക്യാനാണ് നമ്മൾ വെള്ളത്തിന് വേണ്ടി യൂസ് ചെയ്യണത്. 3 ക്യാൻ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഡീസൽ ക്യാനായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് യൂസ്. പിന്നെ നമ്മളെ വെള്ളത്തിൻ്റെ കാര്യം പറയാനുള്ളത്, നമ്മളെ ഈ ക്യാനിൽ നിന്ന് നമ്മളൊരു മിനി വാട്ടർ പമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്.
എന്നുവെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് നമുക്കൊരു പൈപ്പ് കൊടുത്തിട്ട് അതിൽ നിന്ന് തന്നെ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും. അത് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്, എപ്പോഴാണ് എത്തുക പറയാൻ പറ്റില്ല. ഇതിലാണ് നമ്മളെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ 6 ആളായതുകൊണ്ട് അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ കാര്യങ്ങൾ വേണ്ടി വരും. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചതാണ്. കുക്കർ, ചായപാത്രം, അങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് പോകുമ്പോൾ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, സ്പൂണ്, കട്ടിംഗ് ബോർഡ്, പിന്നെ കയ്യിലുകൾ, കത്തി, പ്ലേറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മളെ സ്റ്റൗവിനെ കുറിച്ച് പറയാനുള്ളതാണ്. ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ കുക്കിങ്ങൊക്കെ അധികം ചെയ്യുക. അപ്പോൾ പുറത്ത് വെച്ചിട്ട് തന്നെ അത് എടുക്കാൻ പറ്റും, പോർട്ടബിളാണ്. പിന്നെ നമുക്ക് പോകണമായിരിക്കും ചെറിയ ചായ ഇടണമെന്ന് നോക്കാം, സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം നോക്കാം, അടിയൊക്കെ ഉണ്ടാക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് വെച്ചുകൊണ്ട് കുക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു ധാരണയിലെത്തിയിട്ടുള്ളത്. അല്ലാതെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതിനുള്ളൂ. പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് ടൂൾസ് കാര്യങ്ങളൊക്കെ വെക്കാം. ഈ 2 സൈഡിലും ചെറിയ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഈ ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലം തന്നെ ഉണ്ട് സ്റ്റോറേജിനുള്ള. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ തന്നെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റോറേജ് ആയിട്ട് വെക്കാം. പിന്നെ ഉള്ളത് നമ്മളെ കുക്കിങ്ങിൻ്റെ ലൈറ്റിനെ പറ്റിയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പുറത്തുനിന്ന് കുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും പഠിക്കാനില്ല, അതിനുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ നമുക്ക് പിന്നെ മെയിനായിട്ട് പറയുള്ളത് നമ്മളെ ബാറ്ററിനെ പറ്റിയാണ്. സ്പെയർ ബാറ്ററി ഉണ്ട്. അത് എന്തിനാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഇവിടെ എന്താണെന്നുള്ളത്. നമ്മുടെ സ്പെയർ ബാറ്ററിയാണ്, ഇൻവെർട്ടർ കണക്ഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ മെയിൻ ബാറ്ററിയിൽ നിന്ന് വരുന്നതാണ്. ഡൈനാമോ വെച്ചുകൊണ്ടാണ് ഇതിക്ക് ചാർജിങ് വരുന്നത്. പിന്നെ നമുക്ക് 6 പേരുണ്ടായതുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പ്, ക്യാമറ കാര്യങ്ങളൊക്കെ എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. വണ്ടി റണ്ണിങ്ങിലല്ലാത്ത സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മളിതൊരു 1 മാസമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മെയിനായിട്ട് നമുക്ക് ചെയ്തെന്ന ഒരാളുണ്ട്, നമ്മളെ ഫിറോസാണ്, വെള്ളിയിലുള്ള ഫിറോസ്. അപ്പോൾ അവനോട് നല്ല താങ്ക്സ് ഉണ്ട്, കാരണം ഈ സെറ്റപ്പ് ചെയ്ത് നമ്മൾ സഹായിച്ചതിൽ. പിന്നെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി റണ്ണിങ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ എല്ലാതും നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്യാം. എല്ലാം ഓണായിക്കാണ് നമുക്ക് ഈ ഇതിൽ നിന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സോളാർ പാനൽ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ റൂഫ് ടോപ്പ് ടെൻ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റേതായതുകൊണ്ട് നമുക്ക് കുറച്ച് പരിമിതികൾ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കിയാണ്ട് ബാറ്ററി ചാർജിങ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇത് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മളെ എൻജിൻ റൂമിൽ നിന്ന് മറ്റേ നമ്മളെ മെയിൻ ബാറ്ററിയിൽ നിന്ന് ചാർജ് ആകുമ്പോൾ അതേ സെയിം ടൈമിൽ തന്നെ ഇത് ചാർജ് ആവും. ഇൻവെർട്ടർ സെറ്റപ്പ് വരുന്നത് നമ്മൾ ഈ സീറ്റിൻ്റെ നേരെ താഴെയാണ് നമ്മൾ ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ബാക്കിൽ നിന്ന് കാണിച്ച മാതിരി ആ ബാറ്ററിയിൽ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് വരുന്നത്. ഇതിൽ 500 വാട്ട്സിൻ്റെ അണ്ടറിൽ വരേണ്ട ഏത് ഡിവൈസസും ഇലക്ട്രോണിക് ഡിവൈസസും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇതിൽ പ്ലഗിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ സൈഡിൽ 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ 2 കൊടുത്തിട്ടുണ്ട്. നമ്മൾ 6 പേരായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരുന്നോടത്തിരുന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു വീട്ടിൽ നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർജ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള പ്ലഗിങ്സ് കാണിച്ചത് അതൊന്നും ഈ സൈഡിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രൈവിംഗ് സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാർജിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊരു ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ AC DC ആയിട്ടുള്ള ഡിവൈസസ് ഏതും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാനുള്ളതാണ്. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ഉള്ളിലേക്ക് വേണ്ട രാത്രി ആണെന്നുണ്ടെങ്കിലും എന്ത് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും അതിനുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറിൽ തന്നെയാണ് വണ്ടി റണ്ണിങ്ങിലല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളെ ഫ്രണ്ടിലെ കാര്യങ്ങൾ പറയാം. നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ കുറച്ച് പ്ലഗിങ് പിന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്പീക്കർ കൊടുത്തിട്ടുള്ളത് ഈ ഡോറിൻ്റെ സൈഡിൽ 2 ഫ്രണ്ടിൽ, പിന്നെ ബാക്കിൽ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ച് അതൊക്കെ കൊടുത്തില്ല. നമ്മൾ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ നേരെ താഴെയാണ്. പിന്നെ അതായിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉള്ളിലേക്കുള്ള ലൈറ്റ് കാര്യങ്ങൾ അതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തുള്ളത്. പിന്നെ എക്സ്ട്രാ കൊടുത്തുള്ള ഈ സ്വിച്ചാണ് ഈ 4 സ്വിച്ച് വരുന്നത്. നമ്മളെ ടെൻറ്റിലേക്കുള്ള ഫാന്, ലൈറ്റ്, അതേപോലെ നമ്മളെ ബാർ ലൈറ്റ്, ഫോഗ് ലാമ്പിൻ്റെ കാര്യങ്ങൾ അതിനൊക്കെ ഉള്ള സ്വിച്ചുകളാണിത്. ഇത് നമ്മളെ നേരത്തെ പറഞ്ഞ മാതിരി ആ സ്പെയർ ബാറ്ററിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് മെയിൻ ബാറ്ററി ഡ്രെയിൻ ആവണതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഉഷാറായിട്ട് ലൈറ്റൊക്കെ ഇട്ട് കണ്ട് ഉഷാറായിട്ട് പോകും. ഈ സൈഡ് നമ്മൾ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇന്ത്യയിലെ ഓരോ കൾച്ചേഴ്സ്, ട്രഡീഷന്, ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തത് എവിടെ നിന്നാന്ന് വെച്ചാൽ പാണ്ടിക്കാട് നിന്നാണ്. പാണ്ടിക്കാട് നമ്മളെ വിഷ്ണു ബ്രോ ആണ് ചെയ്തത്. ആൾ അടിപൊളിയാണ്. വിഷ്ണു സാഗർ എന്ന് വിളിക്കുന്ന വിഷ്ണു ബ്രോ ആണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിചാരിച്ച മാതിരി നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കളർഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ ഏറ്റവും റിസ്ക് എടുത്തിട്ടും സ്ട്രഗിൾ ചെയ്തും ചെയ്തിട്ടുള്ള സംഭവമാണ് നമ്മളെ റൂഫ് ടോപ്പ് ടെൻറ്റ്.
ഇത് നമ്മൾ മാക്സിമം നമ്മളെ ഔട്ട്പുട്ട് വരുത്താൻ നോക്കിയിട്ടുണ്ട്. അത് 100% വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളെ കാഴ്ചപ്പാട്. കാരണം നമ്മളിത് ഫസ്റ്റ് ടൈം കാണുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും അതേപോലെ അങ്ങനെയുള്ള ഫോറിൻ കൺട്രീസിൽ ചെയ്ത ആ ഒരു സെറ്റപ്പായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഓരോ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഇത് എന്താ സംഭവം എന്ന് അറിയില്ല. എന്ന് വെച്ചാൽ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മളെടുത്ത് ഇവിടെ അടുത്തൊന്നുമില്ല, നമ്മൾ മോഡൽ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഫാബ്രിക് ഏതാ യൂസ് ചെയ്തിട്ടുള്ളതെന്നോ അത് ക്ലോത്തിങ് കാര്യങ്ങൾ ഇതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവർ ചോദിക്കുമ്പോൾ അത് ഈ മെഷീനിൽ പോകില്ല, അങ്ങനത്തെ ഓരോ വാക്കുകളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ നല്ല അതിമ കുറച്ച് ഇടങ്ങേറായിട്ടുണ്ട് നമ്മൾ ഈ ടെൻറ്റിൻ്റെ വർക്കിൻ്റെത് കാര്യത്തിൽ. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ ആകെ വെറുതായി നിന്ന് പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ എത്തി. പിന്നെ നമ്മളെ ഷബീറാണിത് ചെയ്തത്, ഡിസൈനിങ്ങും കാര്യങ്ങളും പിന്നെ അതേപോലെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഷബീർ തന്നെയാണ് ചെയ്തത് വീട്ടിലിരുന്ന് കണ്ട്. കാരണം അത് പുറത്ത് ചെന്ന പോലെ റിസ്ക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെ ഇറങ്ങാണ്ട് ഞങ്ങളെ നെഗറ്റീവ് അടിച്ച് കണ്ട്, നെഗറ്റീവല്ല അവരെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഐഡിയാസ് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ അതിൽ വരുത്താൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ ഷബീർ തന്നെ എങ്ങനെ ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം, വിജയിക്കും സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കി ഞങ്ങൾ. അത് സാരി ക്ലോത്തൊക്കെ വെച്ചുകൊണ്ടാണ് മോഡൽ ഉണ്ടാക്കിയത്. അതിന് ശേഷം ഞങ്ങൾ രണ്ടാമത് എന്ന് വെച്ചാൽ മെയിൻ ക്ലോത്തുമ്പോൾ വീണ്ടും ചെയ്ത് നോക്കി, സംഭവം വിജയിച്ചു. വിൻഡോസ് കാര്യങ്ങൾ അങ്ങനെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്, നമ്മളെ നാട്ടിലൊക്കെ സംഭവം ഉണ്ട്, പക്ഷെ അത് റെഡിമെയ്ഡായിട്ട് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഹൈ ആയതുകൊണ്ട് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറച്ചുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് തന്നെ സ്വന്തം ഇത് ചെയ്തുകൂടാന്നുള്ള ആ ഒരു മൈൻഡിലെത്തിയിട്ടാണ് നമുക്ക് തന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിമൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. പിന്നെ നമ്മൾ ഈ റൂം സ്റ്റേ കാര്യങ്ങളൊക്കെ തിരഞ്ഞ് നടന്ന് ടൈം വേസ്റ്റ് ഉണ്ട്. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് ആകെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ ആകെ നമുക്ക് എടുക്കുന്ന ടൈം പറഞ്ഞത് 5 മിനിറ്റാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സുഖമായിട്ട് 6 ആൾക്ക് കടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ നമ്മളെ വണ്ടി നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി ടെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് ടെൻറ്റിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഈ 2 സ്ട്രാപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ടെൻറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു കവറാണ്, പൊടിയും ചളിയൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവർ ഇട്ടതാണ് നമ്മൾ ടെൻറ്റിൻ്റെ മേലെ കൂടി. അപ്പോൾ നമ്മളെ ടെൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ആകെ 10 സെക്കൻഡിൻ്റെ പരിപാടിയുള്ളൂ. പിന്നെ ടൈം എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്പി കാര്യങ്ങളൊക്കെ വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പി കൊളുത്താൻ വേണ്ടിയുള്ള ടൈം 5 മിനിറ്റ് എടുക്കില്ല, 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ഇത് ജസ്റ്റ് ഒരാൾക്ക് തന്നെ ഓപ്പൺ ചെയ്യാണ്ട രീതിയിലാണ് നമ്മൾ ടെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള വെയിറ്റ് ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ലാഡർ അഡ്ജസ്റ്റബിൾ ലാഡറാണ്, ഹൈറ്റിനനുസരിച്ച് ഹൈറ്റ് കുറക്കും കൂട്ടാനൊക്കെ പറ്റും. പിന്നെ ലോക്കിട്ട് കുടിക്കാൻ മതി. പിന്നെ ഈ 2 സൈഡിലും നമുക്കൊരു സ്റ്റാൻഡും പാടിയും വരുന്നുണ്ട്, വെയിറ്റ് സ്റ്റെബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ്. അപ്പോൾ നമ്മളെ ടെൻറ്റ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നു, കമ്പിയും കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. നമുക്ക് ടെൻറ്റ് ഉള്ളിൽ കയറി വെക്കാം. ഫുള്ള് സെറ്റ് ഉള്ളിൽ നിന്നൊന്ന് കണ്ടു. ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മളെ ടെൻറ്റിൻ്റെ ഉള്ളു ഭാഗം ഇൻറ്റീരിയർ വരുന്നത്. നമ്മളെ ബെഡ് ഇത് ഫിക്സ്ഡ് ആയി കാലം. ഇതിന് ഇനി ഒരു പില്ലോ ബ്ലാങ്കറ്റ് പുതപ്പ് കാര്യങ്ങളൊക്കെ വരും. അതും നമ്മളിപ്പോൾ സെറ്റ് ചെയ്തില്ല, അതും ഫിക്സ്ഡ് തന്നെ ആയി കാലം. പിന്നെ പറയാനുള്ളത് നമ്മളെ വിൻഡോനെ പറ്റിയാണ്. കണ്ടില്ലേ, 3 സൈഡിലും വിൻഡോ കാര്യങ്ങളുണ്ട്. ഇതൊരു 3 ടൈപ്പ് നമുക്ക് കൺവേർട്ട് ചെയ്യാം വിൻഡോ. 3 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫുള്ള് ക്ലോസ് ചെയ്യണം, കാറ്റ് വെളിച്ചം ലൈറ്റ് കാര്യങ്ങളൊന്നും വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് ക്ലോസ് ചെയ്ത് കണ്ട് യൂസ് ചെയ്യാം. അതേപോലെ പിന്നെ രണ്ടാമത്തെ ടൈപ്പ് പറയുന്നത് നെറ്റ് ടൈപ്പാണ്. ഈ നെറ്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊതുക് കാര്യങ്ങളൊക്കെ വരാക്കാൻ വേണ്ടിയിട്ട് നെറ്റ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അത് ഫുള്ള് ഓപ്പൺ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഒക്കെ സിബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തുറന്ന് കാണിക്കാം. പിന്നെ പറഞ്ഞാൽ ഫാനാണ്, ഒരു ഫാനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാനും പാടിയും കൊടുക്കാം. അപ്പോൾ നമ്മളിതുവരെ നോക്കിയിട്ട് നമുക്കിപ്പോൾ ഒരു ഫാനിൻ്റെ ആവശ്യമുള്ളൂ. അതിന് അത്യാവശ്യം ഫുൾ ഓപ്പണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനുള്ള കാറ്റും വെളിച്ചമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റിൻ്റെ കണക്ഷൻ ഇട്ടിട്ടുണ്ട്, ലൈറ്റ് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ വണ്ടിമേ ചെയ്ത കാര്യങ്ങൾ. അതേപോലെ വണ്ടിമേ നമ്മൾ കൂടെ നിന്നുള്ള ആൾക്കാർ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ഇതിലും കുറേ പേരുണ്ട്. നമ്മൾ പേരെടുത്ത് പറയാൻ കുറേ പേരുണ്ടാവും. അത് നമുക്ക് വേണ്ടി
അത്ര പേര് നമുക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഓരോ കാര്യം ചെയ്യാനും വേണ്ടി. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരാളുണ്ട്, അത് ആളാരണേ പറഞ്ഞെടുത്താ നമ്മളെ ഗഫൂർക്കാണ്, ഗഫൂർ ജാമി എന്ന് പറഞ്ഞ ഗഫൂർക്ക, നമ്മളെ കൊയിഞ്ഞിൽമുള്ള. പിന്നെ അതേപോലെ പിന്നെ പറയണേ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഇതേപോലെ നമ്മൾ പോണ പോലെ ഓവർലാൻഡ് ചെയ്യാൻ താല്പര്യം നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. കാരണം നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് ചോദിക്കാം, നമുക്ക് അങ്ങനെ വേറെ ചെയ്യാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്തിട്ടില്ല, അറിവിലില്ല. അപ്പോൾ നമുക്ക് ആരോട് ചോദിക്കാം, നമ്മളെ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളറിവിൽ ആരും ചെയ്യാത്തതുകൊണ്ട് നമ്മളാരോട് ചോദിക്കാൻ പറ്റില്ല. അപ്പം ഇനി ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും പോകാൻ വിചാരിക്കുമ്പോൾ നമ്മളോട് ചോദിച്ചാൽ മതി, എല്ലാ സഹായങ്ങളും ഉണ്ടാവും. ആക്റ്റീവ് ആയിട്ടുണ്ടാവും, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ആക്റ്റീവായിട്ട് ഞങ്ങൾ ഉണ്ടാകും. പിന്നെ ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും മാക്സിമം എല്ലാം സ്റ്റേ ചെയ്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ ആവശ്യമുണ്ടാവും നിങ്ങളെ അടുത്ത് നിന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും എവിടെയൊക്കെയാണ് ഏത് സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കണ്ട് അടുത്തുണ്ടെങ്കിൽ ഞങ്ങൾ സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഇതുവരെ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്നും അങ്ങനെയായിട്ട് കുറേ സഹായങ്ങൾ, അതേപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോയി വരുവോളും ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അതേപോലെ നമ്മൾ ഇനി വീഡിയോസ് അങ്ങനെ നമ്മൾ മാർച്ച് 1 ഇപ്പോൾ നമ്മൾ പോകുന്നത്. അന്ന് അവിടുന്ന് മുതൽ നമ്മളെല്ലാ വീഡിയോസും ഓരോ സംസ്ഥാനം കവർ ചെയ്യുമ്പോഴും ഓരോ സ്ഥലം പോകുമ്പോഴും നമ്മൾ ഓരോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെന്തായാലും ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോ എന്തായാലും ചെയ്യും. അപ്പോൾ നമ്മൾ മാർച്ച് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ഉണ്ടാവും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് വഴി നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.